ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഹലോ. അച്ഛനും മോളും കൂടെ ഇവിടെ സർക്കസ് ആണേ. അതിനിങ്ങനെ ഉരുട്ടി പിടിച്ച് അതിനെ തായിടുവോന്ന്. എങ്ങനെ വെച്ച് കാണിച്ചു കൊടുത്തേ? എങ്ങനെ സർക്കസ് കാണിക്കുന്ന കാണിച്ചു കൊടുത്തേ? കൊഴപ്പാക്കുന്ന അതാണെങ്കിൽ അയ്യോ എന്നെ കൊല്ലല്ലേ, എന്നെ രക്ഷിക്കോ എന്നുള്ള പറഞ്ഞ് നെച്ചൂട്ടി കരയുന്നുണ്ട് അല്ലേ ചൂട്ടാ? നമ്മള് വീഡിയോ ഇടാത്ത 2-3 ദിവസമായി. വീട്ടിൽ കുറച്ച് റിനോവേഷൻ പണിയെല്ലാം നടക്കുന്നുണ്ട്. അതിന്റെ കുറച്ച് തിരക്കിലാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റാഞ്ഞേ. അപ്പൊ എന്താ പണിയെന്നെല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാ. നെച്ചൂട്ടിയെല്ലാം ഇങ്ങനെ കുളിക്കാൻ വേണ്ടി പോവാന്ന്. അതാന്നല്ല മുടി ഇങ്ങനെ ചപ്പറപ്പറപ്പറയായിട്ടുണ്ട്. രാവിലെ മുടിയെല്ലാം കെട്ടിക്കൊടുത്തിയ സുന്ദരിയാക്കിയിട്ട് അതെല്ലാം വലിച്ച് പിടിച്ച്. കള്ളിപ്പൂച്ചേ എന്നാ പണിയെടുക്കുന്നത് നമ്മളെ വീട്ടില് പറഞ്ഞു കൊടുത്തേ ആന്റിമാർക്ക്? എന്നാ പണിയെടുക്കുന്നത് കണ്ണാ? മാമന്മാർ എന്നാ പണിയെടുക്കുന്നേ? പറ നെച്ചൂട്ടി എന്നാ പണിയെടുക്കുന്നേ? ഇപ്പൊ കളിപ്പൂച്ച നമ്മളെ ഗേറ്റ് മാറ്റുന്നുണ്ട്. ഗേറ്റ് കുറച്ച് വീതിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് മതിൽ പൊളിക്കലും അങ്ങനത്തെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് 3-ാമത്തെ ദിവസമായിട്ടാ പണീൻ്റെ. അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ പണിയെല്ലാം ഞാൻ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കാണുക. എങ്ങനെയാണ് നമ്മളെ പണി പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അതെല്ലാം കണ്ടിച്ചു വന്നിട്ട് നമുക്ക് ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അപ്പൊ ഈ മാസത്തെ നമ്മുടെ മമാഅർത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. എന്താന്ന് വെച്ചാൽ മമാഅർത്ത് ഉപ്ടാൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ്, അതുപോലെ തന്നെ മമാഅർത്ത് വൈറ്റമിൻ സി മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ്. നമ്മൾ സാധാരണ കുളിക്കുന്ന സമയത്ത് ഒരു സോപ്പ് നമ്മുടെ ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അത് നല്ലോണം ഡ്രൈ ആക്കും. അതുപോലെ തന്നെ നാച്ചുറൽ ഓയിലൊക്കെ കളയും. നമുക്ക് അതിന്റെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുളിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. നമ്മുടെ സ്കിന്നിന് എപ്പോഴും ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ നോർമലി ഒരു ബാത്ത് സോപ്പ് നമ്മുടെ ഫേസിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ അത് വളരെയധികം ഡ്രൈ ആക്കി മാറ്റും. നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിൽസിനൊക്കെ അത് കളയും. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം സ്കിൻ ഇഷ്യൂസ് ഒക്കെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ ഒരു ലോഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകും. നമ്മുടെ മോയ്സ്ചറൈസേഷനൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും കുളി കഴിഞ്ഞ ഉടനെ. അപ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റെപ്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എല്ലാവരും നല്ല ബിസിയാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. നമ്മളൊരു ബ്യൂട്ടി സോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപക്ഷെ മോയ്സ്ചറൈസിങ് ആയിരിക്കും, പക്ഷെ നമുക്ക് ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ മമാഅർത്തിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ്. അതായത് ഒരു 2-in-1 പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഒരു ലോഷന്റെ മോയ്സ്ചറൈസിംഗ് ബെനിഫിറ്റ്സ് കിട്ടുകയും ചെയ്യും, അതിന്റെ കൂടെ തന്നെ ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. അതായത് സോപ്പ് ബി ലോഷൻ ബി, സോപ്പും ആണ് എന്നാൽ ലോഷനും ആയിട്ട് ആക്ട് ചെയ്യും. വൈറ്റമിൻ സി മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, അതുപോലെ തന്നെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. പിന്നെ സ്കിന്നിനെ ഇലുമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ 2 പ്രൊഡക്ട്സും മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ റിച്ച് ലെതർ ആണ്, നാച്ചുറൽ ഫ്രാഗ്രൻസും അടങ്ങിയിട്ടുണ്ട്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഉപ്ടാൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പിൽ നീമിന്റെ ബെനിഫിറ്റ്സ് കൂടി അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നിനെ പ്യൂരിഫൈ ചെയ്യാനും പിമ്പിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിനൊക്കെ കെയർ ചെയ്യണം എന്നുള്ളവർക്ക് ഈ ഒരു ലോഷൻ സോപ്പ് പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ്. നമ്മുടെ ബിസി ആയിട്ടുള്ള എവറിഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആണ് ഈ മമാഅർത്തിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ്. ഈ സോപ്പ് ഉപയോഗിക്കുന്നതിന് മുന്നേയും അതുപോലെ തന്നെ ശേഷവും നിങ്ങളൊരു മോയ്സ്ചർ മീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ വളരെ ലോ ആയിട്ടുള്ള റീഡിംഗ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ചതിന് ശേഷം നോക്കുവാണെങ്കിൽ മോയ്സ്ചർ മീറ്ററിൽ ഹൈ റീഡിംഗ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സോപ്പ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ട് ആ ഡിഫറൻസ്. അതുപോലെ തന്നെ സ്കിന്ന് നല്ലോണം മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട്, നല്ല ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അത് നാച്ചുറൽ ഓയിൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം മമാഅർത്ത് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് RW2024 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് കിട്ടും മമാഅർത്തിന്റെ ആപ്പിലും സൈറ്റിലും. ഇത് നിങ്ങൾക്ക് മമാഅർത്ത്, ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ സൈറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മമാഅർത്തിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ മമാഅർത്തിന്റെ പ്രൊഡക്ട്സ് ഇപ്പൊ നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള നിങ്ങളുടെ സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തേക്കാം, നോക്കി നോക്കാം.
ഇതായിരുന്നു നമ്മളെ വീട്ടിൻ്റെ ആദ്യത്തെ മതിലിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് പ്രത്യേകം കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും സ്ഥിരം നമ്മളെ വീഡിയോസിലെല്ലാം കാണുന്നതാണല്ലേ. അപ്പോൾ ഈ മതിലും ഈ ഗേറ്റും ഒക്കെ മാറ്റി നമ്മൾ പുതിയ സെറ്റപ്പിൽ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പണിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചതാണ് നമ്മുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഉൾഭാഗത്തായിട്ട് ആ മതിലിൻ്റെ അടുത്ത് ഒരു തിട്ട് ഉണ്ടായിട്ടില്ലേ, നമ്മൾ ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്, ആ തിട്ട് അങ്ങോട്ടേക്ക് പൊളിച്ചു കേട്ടോ. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗേറ്റ് മാറ്റിയിട്ട് നമ്മുടെ സ്ലൈഡിങ് ഗേറ്റ് ഉണ്ടല്ലോ അതാക്കുമെന്ന് കുറച്ച് വീതി കൂട്ടിയിട്ട് സ്ലൈഡിങ് ഗേറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഈ മതിൽ പൊളിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, സ്ലൈഡിങ് ഗേറ്റ് ആക്കുമ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് മതിൽ വേണം. അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തെയും കേർവ്ഡ് ആയിട്ടുള്ള മതിലിൻ്റെ പോർഷൻസ് രണ്ടും പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം സമയമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അവിടെ നീച്ചൂട്ടി റോഡിലേക്ക് ഇറങ്ങിയ സമയമാണ്. എല്ലാ ദിവസവും ഇപ്പോൾ വൈകുന്നേരം നല്ല രസമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിള്ളേരെ കളി, നമ്മുടെ ഐറ ചേച്ചി ഉണ്ട് നമ്മുടെ മുന്നിൽ തന്നെ, നിച്ചൂട്ടീൻ്റെ ഐറ ചേച്ചി. അപ്പോൾ ഐറയും ഐമനും ഗൾഫിൽ നിന്ന് വന്നേ പിന്നെ ഇവിടെ പിള്ളേർ കളിക്കും വൈകുന്നേരം. നിച്ചൂട്ടിയും ഐമനും ഐറയും അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ ആദും ഉണ്ട്, ആദു എന്ന് പറഞ്ഞാൽ ആദം. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ ഓടിച്ചാടി കളിയെല്ലാമാണ്. ഇപ്പോൾ ഗേറ്റും കൂടെ മാറ്റുന്ന സ്ഥിതിക്ക് മതിലൊക്കെ പൊളിച്ചുകൊണ്ട് അവർക്ക് ഗേറ്റൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സ്ഥിരം ഒരാൾ വേണം നോക്കി നിൽക്കാം, പെട്ടെന്ന് റോഡിലേക്ക് ഓടൂലേ. വണ്ടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബൈക്കെല്ലാം വരലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേരെ കളി നല്ല രസമാണ്. പിന്നെ നമ്മളെല്ലാവരും വൈകുന്നേരം ഒന്ന് ഒത്തുകൂടും കേട്ടോ. നമ്മുടെ ബാക്കിലത്തെ സായുമ്മയും മുന്നിലത്തെ സനീറയും ഞാനും അമ്മയും എല്ലാവരും കൂടെ റോഡിൽ കുറച്ച് നേരം പിള്ളേരെ കളിയെല്ലാം കണ്ട് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും. നല്ല രസമാണ് ആ ഒരു വൈകുന്നേരത്തെ സമയം. വൈകുന്നേരം ആവാൻ വേണ്ടിയിട്ട് ഇവർ കാത്തിക്കുമല്ലാന്ന് പിള്ളേർ. ആ വെയിൽ പോയി അമ്മ ഐറ ചേച്ചിനെ വിളിക്കാൻ അമ്മ എന്നിട്ട് നീച്ചൂട്ടി ബഹളാക്കും. നമ്മൾ ഫസ്റ്റ് പണി തുടങ്ങിയത് ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേ വില്ലുമ്മ വന്നിട്ടുണ്ടായിന് കേട്ടോ. അമ്മേൻ്റെ ചേച്ചി ഉണ്ടല്ലോ, അമ്മേൻ്റെ ചേച്ചി വില്ലുമ്മ ഉണ്ടായിന്. രാവിലെ ഒരു 12 മണിയാകുമ്പോൾ വില്ലുമ്മ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ആ ദിവസമാണ് നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈ മതിലൊക്കെ രണ്ട് ഭാഗവും പൊളിച്ച് ആ തിട്ടെല്ലാം പൊളിച്ച് അത്ര പോരാക്കി വെച്ചിട്ടാണ് ഈ ഫസ്റ്റ് ഡേ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ പുറത്ത് പോയിട്ട് വന്നതാണ്, ഒരു മരണം ഉണ്ടായിന്. അപ്പോൾ അവിടെ പോയിട്ട് വന്നതാണ്. അച്ഛൻ വരണത്രേ. അമ്മ വന്നു. എന്നിട്ട് പിന്നെ അമ്മയും അച്ഛനും അമ്മയും വില്ലുമ്മയും കൂടെ ഇങ്ങനെ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീട്ടിൽ എന്ത് മെയിൻ്റനൻസ് പണി, റിനോവേഷൻ പണിയൊക്കെ നടക്കുമ്പം സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ പൊടി എന്ന് പറയുന്നത്. ഭയങ്കര അലർജിയാണ്. എനക്കും അച്ഛനും ഒന്നും ഇവിടെ പൊടി ഭയങ്കര ശല്യം, പറ്റുകയേ ഇല്ല. പക്ഷെ നമ്മളെന്തായാലും നമ്മളെ വീട്ടിൽ പണിയെടുക്കുമ്പോൾ എന്തായാലും പൊടിയെല്ലാം ഉണ്ടാവുമല്ലോ, സഹിച്ചേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പൊടീനെ കൊണ്ട്. ഇതിപ്പോൾ പുറത്ത് ഇങ്ങനെ ഇത് പൊളിക്കുന്നതെല്ലാം ആയതുകൊണ്ട് നല്ല പൊടിയാണ്. ഇനി അടുത്ത ദിവസം നമുക്ക് ഈ പില്ലർ ഉണ്ടല്ലോ അത് പൊട്ടിച്ച് കളയണം. അത് മെഷീൻ വെച്ചിട്ടല്ലേ പൊട്ടിക്കണ്ടേ, അതുകൊണ്ട് പിന്നെ പൊടി നല്ലോണം അധികമായിരിക്കും. അപ്പോൾ അടിച്ച് വരുമ്പോൾ തന്നെ കാണുന്നില്ല എത്രയാ പൊടി അറിയാം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്. അപ്പോൾ വില്ലുമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ വില്ലുമ്മയോട് ഓരോ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് ക്ലീൻ ചെയ്യുകയാണ്. ഇത് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേ ഞാൻ തലേ ദിവസം പറഞ്ഞ പോലെ തന്നെ മതിലിൻ്റെ പില്ലർ പൊളിക്കുകയാണ്. ഇത് നമുക്ക് കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് വെക്കണം, ഗേറ്റ് വീതി കൂട്ടുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ നല്ല പൊടി ഉണ്ടായിന്. പില്ലർ ഉച്ചയാകുമ്പോഴേക്ക് അവർ ഒരു പില്ലർ കംപ്ലീറ്റും പിന്നെ ഇപ്പുറത്തെ അതിൻ്റെ പകുതിയും കൂടെ ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല റിസ്ക് ആയിട്ടുള്ള പണിയായിരുന്നു. പിന്നെ പോരാത്തതിന് അത്രയും ചൂടും ഒന്നും പറയണ്ട, അത്രയും മോശം കാലാവസ്ഥയാണ്. അപ്പോൾ ഈ പണിയൊക്കെ എടുക്കുന്നവരെ നമ്മൾ ശരിക്കും സമ്മതിക്കണം. നമുക്ക് വീട്ടിൻ്റെ അകത്ത് തന്നെ ഈ ചൂടിന് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പില്ലറെല്ലാം കംപ്ലീറ്റ് പൊരിച്ച ശേഷം ഇതാ നമ്മളെ ഗേറ്റ് മാറ്റുകയാണ്. അത് നമ്മളെ വീട്ടിലത്തെ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സാധനവും അത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും. പുതിയത് വരുമെങ്കിലും അത് പോകുമ്പോൾ എന്തോ ഒരു സങ്കടമാണ്. അതുപോലെ ഒരു സങ്കടമാണ് ഈ ഗേറ്റ് കൊണ്ടുപോകുമ്പോൾ. ഞാനും അച്ഛനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായേ. അമ്മ എന്നാ പരിപാടി? ഇത് കുറച്ച് മോരും വെള്ളമാക്കാൻ നമ്മളെ നല്ല ചൂടാണ്, അതുകൊണ്ട് ചൂടല്ലേ കുറച്ച് മോരും വെള്ളം അനിച്ചൂട്ടിക്ക് തന്നെയാണ്. ഇപ്പാക്കും എങ്ങനെയുണ്ട്? നല്ല അടിപൊളി മോളെ. അമ്മേന്റെ സ്വന്തം കൈരോണ്ട് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ അടിച്ചിട്ട് നല്ല മോരും വെള്ളം. നീച്ചൂട്ടി ടേസ്റ്റ് നോക്കിയേ. നീച്ചൂട്ടി വായിൽ കുറച്ച് കൊടുക്കാമ, കുറച്ച് നിറപ്പിക്കണം. കുറച്ച് നീച്ചിന്റെ വായിൽ കൊടുക്കും. കയ്യിലല്ല വായിൽ കണ്ടാ, കയ്യിലാവൂല, താഴെ മറിയും. ആ തൊട്ട് നോക്ക്. അടിപൊളി. കുറച്ച് വായി നോക്കിയട്ടെ. പൊളി 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 പൊളി. ഇപ്പൊ സമയം 11 ആയേ. അവരുള്ളതുകൊണ്ട് അവർക്ക് ഫുഡെല്ലാം കൊടുക്കണല്ലോ. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു, പുട്ടും ചെറുപയറും. ഇപ്പൊ ഉച്ചക്കേക്കുള്ള ഫുഡും എല്ലാം റെഡി ആയിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ളത്. രണ്ടാളേ ഉള്ളൂ, രണ്ടാള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതെല്ലാം സെറ്റായി. നമ്മളെ ഗേറ്റിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അമ്മ, നടക്കുന്നുണ്ട്. ഗേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്പെഷ്യൽ സാമ്പാറുണ്ട്, പിന്നെ
നല്ല മീൻ പുഴമീനാന്നേ, പരല് കറിയുണ്ട്. പിന്നെ നല്ല പച്ചമത്തൻ വറവുണ്ട്. ഇതെല്ലാം ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങള്. എന്നാന്ന് നിച്ചിന്റെ കുഞ്ഞാവ്യാ? എന്താ പേര്? ആര്? നിതിനയാ? 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 എന്റെ അമ്മന്റെ ഫ്രണ്ടാന്ന്. പണ്ട് അമ്മന്റെ കൂടെ പഠിച്ച ഒരു ആന്റി ഉണ്ടായിരുന്നു നിതിന. അതെടുത്ത് നീ കേട്ടിനെ? അതെടുത്ത് ആ പേര് കിട്ടീനമ്മേ? വാവേന്റെ പേര് നിതിന പോലും. ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞതാണ്. ആ ഇന്നലെ ഉണ്ടായിന് അക്കോറ്റി. ഇന്നലെ എന്റെ ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ടാന്ന് ഇപ്പൊ വിളിച്ചത്. ഞാൻ ചോദിച്ചു എന്നാ ഫ്രണ്ടിന്റെ പേര് അക്കോറ്റി. മാളു ചേച്ചിക്ക് പണ്ടൊരു അവിടെ ഉണ്ടായിന്. മാളു ചേച്ചിക്ക് പണ്ടൊരു അവിടെ. ഇതാ മോരും വെള്ളം കുടിച്ചു നോക്കട്ടെ. ഇങ്ങനെ പോന്ന വഴി അറിയുന്നു. തണുത്ത മോര്. ഐസും കട്ടയും കൂടി ഇട്ടോണ്ട് പോന്ന വഴി ഇങ്ങനെ അറിയുന്നുണ്ട്. കൊതിയാവുന്നുണ്ടാ? ഞാൻ കുടിക്കട്ടെ. നിച്ചുട്ടി അമ്മമ്മേന്റെ സ്കൂളിൽ പോയിട്ട് എങ്ങനെയുണ്ടായിനി? മിനിഞ്ഞാന്ന് അമ്മ സ്കൂളിൽ പോയിട്ടുണ്ടായിന്, അമ്മേന്റെ അരോളി സ്കൂളില്. അപ്പൊ നിച്ചും പോയിനൊപ്പര അമ്മമ്മേന്റെ കൂടെ അല്ലേ? എനിക്ക് കൊറേ ചേച്ചിമാരെല്ലാം കണ്ടിനാ? ശരിക്കും പറയടാ. അല്ല അമ്മ എങ്ങനെ ഉണ്ടായിനമ്മേ? സ്കൂളിൽ മോള് വന്നിട്ട് എങ്ങനെ ഉണ്ടായിനമ്മ? ഓള് വന്ന് അടിപൊളിയല്ലേ. ഓള് ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു സ്കൂളിലേക്ക് കേറുമ്പോ. എന്താ ഒരുപാട് ചേച്ചിമാരുണ്ടായിരുന്നു വാതുക്കന്നെ. അവരെല്ലാം ഓടി വന്ന് പിന്നെ ഒരു കുട്ടി വന്നിട്ട് വേഗം എടുത്ത് ശങ്കിച്ചു പോയി. പിന്നെ ചേച്ചിമാരെല്ലാം പൊതിഞ്ഞു. പിന്നെ കൊറേ ഒരു കണ്ണിട്ട ചേച്ചി ഉണ്ടായിരുന്നു. അവളെ വന്നിട്ട് ചോദിച്ചു ഞാൻ ചെയ്ത് ചേച്ചീനെ ഏറ്റവും ഇഷ്ടമായി. ഒരു കണ്ണിട്ട ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചീനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവളെടുത്തോണ്ട് നടന്നു. പിന്നെ ആടെയെല്ലാം ഇറങ്ങി തായെല്ലാം ഓടിച്ചാടി കളിച്ചല്ലേ? എനിക്കത് പേടി ഉണ്ടായിരുന്നു. ഇവള് കൊറേ ആളെ കാണുമ്പോ തായ ഇറങ്ങൂലേ അമ്മ? ഇല്ല മോളെ, അതിന്റെ ടീച്ചേഴ്സ് എല്ലാരും വന്നിട്ട് മോളോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ പുതുമുഖങ്ങളല്ലേ, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അത് സമയം എടുക്കും നീച്ചുവിനെ ഒന്ന് മിങ്കിളാവാൻ വേണ്ടിട്ട്. 20 മിനിറ്റ് കൊണ്ട് ശരിയായിരുന്നു. 20 മിനിറ്റ് എടുത്തില്ല. നിന്നിട്ടേ പോയിട്ടേ ഇല്ല ഏടിയും. അമ്മേന്റെ അച്ഛന്റെ ഒപ്പരെല്ലാം പോകുമ്പോ അവിടെ പോകുമ്പോ പോക്കില്ല. ഞാനില്ലാണ്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ശീലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാ. അപ്പോഴേക്ക് നല്ല ഗൂഗിളായിനല്ലേ? അതന്നെ ഉള്ളത്. അങ്കൻവാടി പോകുന്നില്ല, സ്കൂളിലാ പോകുന്നത്. അങ്ങനെയൊന്നും പറയല്ല. അർജു അമ്മേന്റെ സ്കൂളിൽ 2.5 വയസ്സ് മുതൽ. എത്ര വയസ്സ്? 2.5 വയസ്സ് മുതൽ അമ്മേന്റെ സ്കൂളിൽ പോകുന്നത്. പൊട്ടകുഞ്ഞി, ഗുഡ് ഗേൾ അല്ല, പൊട്ടകുഞ്ഞി. കളിപ്പിച്ചു. അങ്ങനെ നിച്ചൂട്ടിന്റെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മള് പുരികെല്ലാം വരച്ചല്ലേ കണ്ണുസ? ഇനി നിച്ചൂട്ടി എന്ത് ചെയ്യാൻ പോവാ? നമ്മള് താച്ചി ഒങ്ങോ അല്ലേ ചുട്ടി? അച്ഛനെ കാണാണ്ട് താച്ചി ഒങ്ങൂല. കളിപ്പിച്ചേ. അങ്ങനെ നിച്ചൂട്ടിൻ്റെ ഉറക്കെല്ലാം കഴിഞ്ഞ് എണീച്ച് ഞാനും കുറച്ച് നേരം നിച്ചൂട്ടിൻ്റെ കൂടെ കിടന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. എൻ്റെ എണീറ്റ് ഫുഡെല്ലാം കഴിച്ച് നിച്ചും ഉറങ്ങി എണീച്ച ശേഷം ഫുഡ് കഴിച്ച്. അപ്പോൾ ഇന്നത്തെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരം ആയ സമയം, ചായ കുടീൻ്റെ സമയമായി. ഇനി ചായ എല്ലാം കുടിക്കണം. അപ്പോൾ അവർ രണ്ടാളും പണിയെടുക്കുന്നുണ്ട്. ഇതിൽ 2 പേര് നമ്മളെ വില്ലിച്ചൻ്റെ മക്കൾ തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കളാണ്. എല്ലാവർക്കും നോമ്പെല്ലാം ഉണ്ടാവും അല്ലേ? റമദാൻ മാസമാണല്ലോ. അപ്പോൾ നല്ല ചൂടുമാണ്. അപ്പം എല്ലാവരും ഹെൽത്തെല്ലാം നോക്കിയിട്ട് നോമ്പെല്ലാം എടുക്കുക. നമ്മൾ ഇവിടെ നമ്മുടെ ചുറ്റിലും, ഞാൻ മുന്നേയുള്ള വീഡിയോസ് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ചുറ്റിലും കുറേ ഇത്താത്തമാരുണ്ട്. അതുകൊണ്ട് ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്കും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മാസമാണ്. ഇവർക്ക് എല്ലാവർക്കും നോമ്പെല്ലാം ഉണ്ടാവുമല്ലോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാട്ടിലെ അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊന്നും അങ്ങനെ ഇത്താത്തമാറില്ല. അപ്പോൾ അതിന് കണക്കായിട്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ നിറച്ചും ഇത്താത്തമാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഈ മാസത്തിൽ കുറേ കടികളെല്ലാം വൈകുന്നേരം കിട്ടും കേട്ടോ. ചേച്ചി എപ്പോഴും പറയുന്നതാണ്, നോമ്പ് തുടങ്ങിയപ്പോൾ തന്നെ പറയും, എനിക്ക് ഇപ്രാവശ്യം കുശാലായിരിക്കുമല്ലോ, ഇഷ്ടംപോലെ കടികളെല്ലാം കിട്ടുമല്ലോ എന്ന്. അപ്പൊ ഇന്നത്തെ കടികൾ എത്തിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മളെ ബാക്കിൽ സൈബൂമ ഉണ്ടല്ലോ, സൈബൂമ കൊണ്ട് തന്നെയാണ് ഇത്. നല്ല അടിപൊളി പരിപ്പ് വടിയും കായ്പോളും. ഇന്ന് കുറച്ചെണ്ണം എടുത്ത് കഴിച്ചു കൂട്ടോ എല്ലാവരും. ബാക്കിയാണ് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ക്രിസ്പി പരിപ്പ് വടിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കായ്പോളി.
ഞാൻ സൈമ ഒരു ബണ്ണിൽ ഒരു ഫില്ലിങ്ങിലുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിനി. ഇവർക്ക് കടിയിലാക്കാൻ പ്രത്യേക എക്സ്പേർട്ട് ആയിരിക്കും. നമ്മൾ എത്ര ആക്കിയാലും അവരെത്ര കഴിവിന്റെ അത്ര എത്തൂല. നല്ല അടിപൊളി ടേസ്റ്റ് ആണേ. അപ്പം നോമ്പ് പെരുന്നാളായാലും അന്നായാലും നമുക്ക് ഇവിടുന്ന് മുന്നിന്നായാലും ഇവിടുന്നായാലും എല്ലാം ഷെയർ ചെയ്യും കേട്ടോ. ബിരിയാണിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. വിഷുവിനും ഓണത്തിനും നമ്മൾ അങ്ങോട്ടും. അങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്രാവശ്യത്തെ പെരുന്നാളിന്റെ അന്നാണ് നമ്മൾ നിച്ചുട്ടിന്റെ ബർത്ത്ഡേ വരുന്നത്. ഏപ്രിൽ 10 പെരുന്നാൾ വരുന്നത്. അന്ന് തന്നെയാണ് നിച്ചൂട്ടിന്റെ ഹാപ്പി ബർത്ത്ഡേയും വരുന്നത്. നല്ല ദിവസം. അപ്പൊ പണിക്കാരെല്ലാം പോയേ. ഞാൻ ഇന്നത്തെ ഡെവലപ്മെന്റ്സ് എന്തെല്ലാന്ന് കാണിച്ചു തരാം. കുട്ടിമാണീസ് എന്താ പരിപാടി? അച്ചാറാ? എന്താ അച്ചാറാ? മണ്ണച്ചാറാ? ഉപ്പുണ്ടാക്കണ? ഉപ്പുണ്ടാക്കണ പോണേ. ഇച്ച് എന്താ അച്ചാറാ? മീനച്ചാറാ? പോയി പഠിക്കടാ പരീക്ഷക്ക്. പണി കഴിഞ്ഞ് പണിക്കാർ പോവാൻ കാത്തുക്കൂട്ടെ പിള്ളേര് കളിക്കാൻ വേണ്ടിട്ട്. അവര് പോയാലല്ലേ ഈസി ആയിട്ട് കളിക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിട്ട്. അപ്പൊ അവര് പോയ ഉടനെ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസത്തെയും പോലെ ഇന്നും അവര് ഇപ്പൊ പിന്നെ ഈസി ആയി. മൊത്തം ഓപ്പൺ ആയിട്ടല്ലോ, ഓടി അങ്ങ് കേറാം. കഷ്ടപ്പെട്ട് എടുത്തോണ്ട് തന്നെയാണ്. എടാ കുത്തല്ലടാ. അപ്പൊ നമ്മളെ പണി ഇതാ ഇവിടെ പുരോഗമിച്ചോണ്ടിരിക്കുകയെന്ന് ഏട്ടാ. എന്തായി പണി? എന്തായിന്ന് പറഞ്ഞോടൊക്കെ ഇനി ഗേറ്റ് കൊണ്ടുവന്ന് വെക്കണം. 2 പില്ലർ വാർക്കണം. പില്ലർ വാർത്തിട്ട് ഗേറ്റ് വെക്കണം അല്ലേ? അതിന്റെ റെയിലെല്ലാം ആക്കണ്ടേ? അത് പില്ലർ വാർത്തിട്ട് മതില് തേക്കണം. തേച്ച് കഴിഞ്ഞിട്ട് റെയിൽ വെക്കണം. പിന്നെ ഗേറ്റ് കൊണ്ടുവരണം. ഈ മതില് നമ്മള് ഫുള്ള് പൊളിച്ചു വിട്ടു. എന്നിട്ട് വീണ്ടും കെട്ടിയതാണ്. എന്നിട്ട് അത് നേരെ ആക്കാൻ അല്ലേ? ആ മതിലിന് ചെറിയൊരു വളവ് ഉണ്ടായിരുന്നു. ആടന്ന് നേരെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെയാണ് എത്തേണ്ടത്. ഇവിടെയാണ് എത്തേണ്ടത് പറഞ്ഞിട്ട് സ്ക്രീനിൽ തൊടുവാന്ന്. ഇവിടെയാണ് എത്തേണ്ടത്, അതാരും കാണുന്നില്ല. പക്ഷെ മതില് നേരെ പോയിട്ട് മറ്റേ നേരെ കാണുന്ന വീട്ടിലേക്കാണ് പോകുന്നുണ്ടായത്. നേരെ അത് സ്ട്രെയിറ്റ് അല്ല ഉണ്ടായേ. അതുകൊണ്ട് അത് പണ്ട് കെട്ടിയപ്പോ ഉണ്ടായ ഒരു മിസ്റ്റേക്കാണ്. അത് പൊളിച്ചിട്ട് ഇപ്പൊ ഒന്ന് ശരിയാക്കിയത്. അതുകൊണ്ട് അത് എക്സ്ട്രാ പണി വന്നു. എന്നിട്ട് അതിന്റെ പില്ലർ വാർക്കാൻ വേണ്ടിട്ട് അവിടെ കമ്പിയെല്ലാം സെറ്റാക്കി. ഇനി അത് വാർക്കണം അല്ലേ? അപ്പുറത്തും അതുപോലെ തന്നെ കമ്പി. ഇതല്ല, ഇത് ചെക്കനാണ്. അതാടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അത് വാർക്കണം. പിന്നെ അപ്പുറം കുറച്ച് മതിൽ ഇത് ആ വളവുള്ളത് സ്ട്രെയിറ്റ് ആക്കാനുണ്ട്. കള്ളിപ്പണ്ണെ. പിന്നെ ഗേറ്റിന്റെ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് ആണ് ആക്കുന്നത്. നമ്മൾ ഇവിടെ ഉണ്ടായ മുരിങ്ങ പോയി. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇവിടെ നമുക്കൊരു വലിയ മുരിങ്ങ ഉണ്ടായിനെ, അത് പോയി. അത് കൊത്തി കളയേണ്ടി വന്നു. ഈ മരത്തിനെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക്. മുരിങ്ങ പോയി. അതിന് വേറെ എവിടെയെങ്കിലും നടണം. പിന്നെ ഇവിടെ തിട്ടുണ്ടായിട്ടേ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട്. അതിന്റെ ഒരു കല്ല് എടുത്തു. ഒരു കല്ലേ ഉള്ളൂ. ഒരു കല്ലും കൂടി ഉണ്ടായിട്ടു. ഒരു കല്ല് അല്ലപ്പാ നോക്ക്. അത്ര ഉണ്ടായിട്ടില്ലേ? അപ്പുറം നോക്കി അല്ലേ? ആ കല്ല് ചെരിച്ചു വെച്ച ഹൈറ്റിലുണ്ടായിട്ടില്ലേ നമുക്ക്? അത് പോയി മണ്ണ്. അപ്പൊ ആ ഒരു തിട്ട് പോയി നമുക്ക്. അപ്പുറത്ത് കുറച്ച് മാത്രമേ പൊട്ടിച്ചിട്ടു. ഇവിടെ ഫുള്ളായിട്ട് ആ തിട്ട് പോയി. ശരി മഞ്ഞ ആ പൊടി മൂക്ക് പാറുവേ. നമ്മള് ഇവിടെ വീട് പണി നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതാ ഫുള്ള് ഈ നമ്മളെ ഏരിയയിൽ മൊത്തം ഇപ്പൊ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള പറമ്പ്. അപ്പുറവും ഉപ്പറും 2 സൈഡിലും 2 വീട് വരുന്നുണ്ട്. ഇതാ അടിപൊളിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുകയെന്ന്. ഇവിടെ കുറച്ച് പൊങ്ങി, തറയിൽ നിന്ന് കുറച്ച് കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഇന്നാണ് തറയ്ക്ക് ശേഷം കെട്ടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം ഇനി 2 വലിയ വീടുകൾ അപ്പുറവും ഉപ്പറും ആയിട്ട് വരും. എന്ത് ബുള്ളറ്റാ? ഡ്യൂക്കല്ലേ? ഗിയറൊന്നല്ല. നീ കേറിയിരിക്കേ. നീ ആ കാലം വെക്കുന്ന ആദ്യം.
നോക്കട്ടെ. ഇല്ല, റെഡി. ബ്രേക്കില്ലല്ലോ. നീ നിരക്കാൻ വേണ്ടിട്ടാ, നീ നിരക്കാൻ വേണ്ടി അങ്ങനെ ആക്കി വെച്ചല്ലേ. ഇന്ന് അയിമ സൈക്കിൾ ഓടിക്കുന്ന കാണുമ്പോൾ വെറുതെ ഒന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് മോഹം. ഞാൻ പണ്ട് 3 കൊല്ലം സൈക്കിൾ എടുത്തിട്ടാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. 8, 9, 10 ക്ലാസ് പഠിക്കുമ്പോൾ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു സ്കൂളിലേക്ക്. അപ്പോൾ ഹൈവേയിലേക്ക് കൂടെ സൈക്കിളിൽ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിനി. അപ്പോൾ അതിന് ശേഷം അങ്ങനെ +1 +2 പഠിക്കുമ്പോൾ ചെറുങ്ങനെ അതിങ്ങനെ എടുക്കലുണ്ടായിനി. അതിന് ശേഷം അങ്ങനെ എടുത്തിട്ടേ ഇല്ല. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഓടിക്കുന്നത്. അയ്യോ വരുന്നുണ്ടേ. അങ്ങനെ ഏതായാലും സൈക്കിൾ ഓടിക്കാനുള്ള കൊതി ഇതിനോട് ഓടി തീർന്നിരിക്കുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ ഓടിച്ചിട്ടാൽ നല്ല സുഖമുണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് സൈക്കിൾ. കുറേ നാളുകൾക്ക് ശേഷം ഓടിക്കുന്നതുകൊണ്ടായിരിക്കും. നിങ്ങൾ സൈക്കിൾ ഓടിച്ചിട്ടുണ്ടോ? പണ്ട് സ്കൂളിൽ പോകുമ്പോൾ സൈക്കിൾ എടുത്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് പറയണേ. അങ്ങനെ സൈക്കിൾ ഓട്ടെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം പിള്ളേരെ കൂടെ കളിക്കുമെല്ലാം ചെയ്തിട്ട് നേരെ അകത്തേക്ക് വന്നു. രാത്രി ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കണം. അപ്പോൾ നമുക്ക് മിക്സി ഉണ്ടല്ലോ ഇപ്പം, അതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ കുത്തി മാന്തി കുഴക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഏതായാലും ആ മിക്സി തന്നെ കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അത്രയും സമയമായിട്ടുള്ളൂ. പക്ഷേ ഒരു 6 മണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ വോൾട്ടേജ് എല്ലാം കുറച്ച് കുറവായിരിക്കില്ല. അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ കുഴച്ച് സെറ്റാക്കി വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അമ്മ അവിടെയെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് അകത്തെല്ലാം. ആ സമയം കൊണ്ട് ചപ്പാത്തി കുഴച്ച് വെക്കട്ടെ. ഈ സമയമെല്ലാം ആകുമ്പോഴേക്ക് എല്ലാവരും നോമ്പെടുക്കുന്നവരെല്ലാം നോമ്പ് തുറക്കാനുള്ള സമയം ആയതിൻ്റെ ഒരു ഇതിലായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ നോമ്പെടുക്കലുണ്ടോ എന്നൊക്കെ ഉള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ, എങ്ങനെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പം ഈ ഒരു ചൂട് സമയത്ത് മിക്കവാറും എല്ലാവരും എടുക്കുന്നുണ്ടാവും. എന്നാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് നമ്മൾ അത്രയും ഒരു ഇതിലായിട്ട് അങ്ങനെ എടുക്കുന്നതല്ലേ. അപ്പം നമുക്ക് അധികം ദാഹവും അതുപോലെ ചൂടും അങ്ങനെയൊന്നും എഫക്റ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് നോമ്പെടുക്കുന്നതെല്ലാം ഇഷ്ടമാണ്. ഞാനും ഏട്ടനും ഒരിക്കൽ പറഞ്ഞു നമുക്ക് എടുത്താലോ നോക്കിയാലോ എന്നെല്ലാം. പിന്നെ ഏട്ടൻ പറഞ്ഞു എനിക്ക് ആവില്ല, എന്തായാലും നമുക്കത് ശീലമില്ലല്ലോ. പിന്നെ രാവിലെ അങ്ങനെ എണീച്ച് ഫുഡ് കഴിച്ച് അങ്ങനെയെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ശീലമുള്ളവർക്ക് പറ്റുമായിരിക്കും. പക്ഷെ നമുക്കതാവും തോന്നുന്നില്ല. പിന്നെ മോളെയും നോക്കണ്ടേ, മോളോട് ഗുസ്തി പിടിക്കുമ്പോഴൊക്കെയുള്ള എനർജി പോവുകയും ചെയ്യും. അവിടെ ഏട്ടൻ പറഞ്ഞു വേണ്ട, എന്തായാലും അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം വേണ്ട നമുക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതാണ്. ഇതിലിപ്പോൾ നല്ല അടിപൊളിയായിട്ട് കുഴഞ്ഞ് കിട്ടും കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള മാവ് കിട്ടും. ഇനി ഇത് നമ്മൾ കുറച്ചൊന്ന് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി മാവ് കുഴഞ്ഞ് കിട്ടിക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തം ഒന്ന് തട്ടെല്ലാം തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പം രാത്രിയാണ് സാധാരണ ഇത് ചെയ്യൽ, ഫുള്ള് പണിയും കഴിഞ്ഞിട്ട്. അപ്പം ഇന്ന് ഏതായാലും ബാക്കി ഉണ്ടായ കറിയെല്ലാം തിളപ്പിച്ച് വെച്ച് കുറച്ച് പാത്രമെല്ലാം ഒഴിവാക്കി. അപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട് തട്ട്. അപ്പോൾ ഏതായാലും തുടച്ചിടാമെന്ന് വെച്ചു. പുറത്തുള്ള പൊടി എന്തായാലും നമ്മുടെ അടുക്കളയിലടക്കം എല്ലായിടത്തും എത്തുമല്ല. അതെല്ലാം കൂടെ ഒന്ന് വൃത്തിയായി കിട്ടിക്കോട്ടെ. ഏതായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് കുളിച്ച് റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കാമല്ല. നിച്ചൂട്ടി ഇപ്പോഴും പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് അത്രയായിട്ട്, അകത്തേക്ക് കയറിയിട്ടേ ഇല്ല. ആ സമയം കൊണ്ട് ഞാൻ വേഗം പണിയൊക്കെ തീർത്തിട്ട് കുളിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ മതിൽ പണീൻ്റെ ഗേറ്റ് പണീൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് മെയിനായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ 2-3 ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ എടുത്തത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ പണീൻ്റെ തിരക്കും ബഹളവും പൊടിയും എല്ലാം കൂടെ ആയിട്ട് കുറച്ചൊന്ന് 2-3 ദിവസത്തെ ബ്രേക്ക് എടുത്തതാണ്. അപ്പോൾ വൈകുന്നേരത്തെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഇനി ഫുഡ് കഴിക്കണം. നിച്ചൂട്ടി ഇവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.